ഇവിടെയാണോ അതേനാ 8649 അത് തന്നെ ബാഗിൻ്റെ അകത്ത് എന്തായാലും വെള്ളം ഇറങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കവറുണ്ടല്ലോ ഒരു അനുഭവം കെട്ടി നമ്മൾ പഠിച്ചെത്രാണ്. പ്ലാവ് റെസ്റ്റോറൻറ്റ് പ്ലാവ് നടന്നു പോകാനല്ലേ? ഇവിടെ എന്താണ് സംഭവം? ഇവിടെ മൊത്തത്തിൽ സംഭവം മറ്റേ ബ്ലോക്ക് വെച്ചിരിക്കുകയാണല്ലേ? സംഭവം ഓർഡർ ക്യാൻസൽ ആയി പൈസയൊക്കെ പോയിട്ടായിരുന്നു ഒരുപാട്. ഓർഡർ ക്യാൻസൽ ആയ ഓർഡറാണ്. അയ്യോ 6 കിലോമീറ്റർ ഓടി വന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് കണ്ണു കാണാൻ പാടില്ല വണ്ടി ഓടിക്കുമ്പോൾ. ട്രിവാൻഡ്രം സിറ്റി നൈറ്റ് റൈഡ് റെയിന് ബൈക്ക് ഇതിനപ്പുറം ഒരാൾക്ക് എന്ത് വേണോ അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ കുതിരപ്പുറത്ത് പോകുമ്പോഴേക്കാണ് കറക്റ്റ്. ശരി തന്നെ. ഇത് കാര്യമില്ല, റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അയ്യോ അത് എവിടെ കുഴിയുണ്ടെന്ന് അറിയാൻ പറ്റില്ല, അതേ വിഷയം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ സമയമൊന്നുമില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ലപോലെ ഏണിങ്സ് കിട്ടും, സർജിങ് കിട്ടും, ഇൻസെന്റീവ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് വേറെ ഒന്നും പറയാൻ മണി ഇപ്പോൾ കറക്റ്റ് 7:15 മണിയായിട്ടുണ്ട്. 7 മണിക്ക് പോകേണ്ടതാണ്. 7 to 10 3 മണിക്കൂർ വർക്ക് ചെയ്ത് 200 ഇൻസെന്റീവ് ഉണ്ട്, പ്ലസ് സർജ് ഉണ്ട്, പ്ലസ് ഏണിങ്സ് ഉണ്ട്. എല്ലാം കൂടി 500 മാൾ കിട്ടുമായിരിക്കും. കമോൺ, കട്ടാക്കി നിൽക്കണം. ഒരു മിനിറ്റ്, എല്ലാം കൂടെ കയ്യിൽ വെക്കാൻ പറ്റില്ല, മെയിൻ വിഷയം. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടാക്കി നിൽക്കണം. അപ്പോൾ നിങ്ങൾ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ ബ്ലോഗ് നമ്പർ 100 സംതിങ് ആണ്. ആ നമ്പർ ഒന്ന് ഓർമ്മിച്ച് വെച്ചില്ല ഇപ്പം പഴയ പോലെ. ശരി, കുഴപ്പമില്ല, വാ കാരണം സമയം. ഓർഡർ അടിച്ചാ ഫസ്റ്റ് ഓർഡർ. സൂപ്പർ ഹോട്ടൽ അന്നപൂർണ്ണ കരമന. ഓക്കെ, പൈസ റെഡിയാണ്, ഞാൻ റെഡിയാണ്, നീ റെഡിയാണെന്ന് അറിയാം. നിനക്ക് ഇനി ഓയിൽ മാത്രം മാറ്റമുണ്ട്, ബാക്കി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ പോയിട്ട് പോകുന്ന വഴി പെട്രോൾ അടിക്കണം. ദീശേ മഴ പെയ്യണ്. വെയിറ്റ് വണ്ടി വെക്ക്. നമ്മൾ റെയിൻ പാൻറ് ഇട്ടില്ല, റെയിൻ കോട്ട് മാത്രമേ ഇട്ടുള്ളൂ. നല്ല ഹെവി മഴയാണ് തോന്നുന്നു കേട്ടോ. മൈ ഗോഡ് പെട്ടെന്ന് ഇല്ലെങ്കിൽ ജട്ടി വരെ നനയും. എവിടെ പെട്ടെന്ന് അത്യാവശ്യ സമയത്തൊന്നും വരയില്ല, അതാണ് വിഷയം. കവറിൻ്റെ അകത്തിലിരിക്കണമെന്നാ. ഓക്കെ പയ്യെ സ്ലോ ഒന്നും ഉപ്രോളൊന്നുമില്ല. ഇതിനപ്പുറം നമ്മൾ ഹാൻഡിൽ ചെയ്ത് പിന്നെയാണ് ഈ മണ്ണാങ്കട്ടി അല്ലേ, ഈ മഴ. ഓക്കെ, മണ്ണാങ്കട്ടിയും കറിയിലെ മഴയത്ത് നനഞ്ഞു പോയി, അത് വേറെ വിഷയം. പക്ഷെ ചെൻ്റെ അമ്മോ മഴ ഹെവിയാണ് സുധീഷേ, ഹെവി കേട്ടാ, സംഭവം ഹെവി. അണ്ണന്മാർ കയറി നിൽക്കണമല്ലോ വരിയായിട്ട്. ഇതിൻ്റെ കൂടെ നമ്മളിങ്ങനെ പോകാൻ പറ്റാത്തത്. അണ്ണാ വെയിറ്റ് ചെയ്യണം, ഒന്ന് കയറിപ്പിക്കോട്ട്. വെയിറ്റ് ഇതുവഴി ആര് കയറി വരണം ഇതിൻ്റെ ഇടയിൽ കൂടെ? ഒരു റോങ് സൈഡ് ഇത്. മൈ ഗോഡ്. ശരി, കുഴപ്പമില്ല, മഴ സമയത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ കമോൺ ക്വിക്ക്. സൂപ്പർ ആംബുലൻസ് പറഞ്ഞത്. ചുമ്മാ എല്ലാം കൊണ്ട് കൊള്ളാം. തുടക്കം തന്നെ നല്ല ഭയങ്കര പോരാട്ടമായിരിക്കണം സുധീഷേ. മഴത്തുള്ളികൾ നനഞ്ഞിടുമേ മാമൻ കടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി പാടാം, കുഴപ്പമൊന്നുമില്ല. വരി ഇറങ്ങണല്ലോ സുധീഷ. ഗ്ലാസ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് കാണാൻ പാടുള്ളൂ സുധീഷ. കട്ട മഴ, എൻ്റെ അമ്മോ ദൈവമേ പേടിയായിരിക്കുന്നു. ഒരു ആപത്തും വരുത്തല്. സേഫായിട്ട് പോയിട്ട് സേഫായിട്ട് തിരിച്ച് വരണം. എനിക്കും വണ്ടിക്കും ക്യാമറയ്ക്കും എല്ലാവർക്കും ചേർത്ത് ഓർഡർ അല്ലേ കൊണ്ടുപോകുന്ന ഓർഡർ സേഫായിട്ട് നനയാതെ കൊണ്ടെത്തിക്കണം. കസ്റ്റമർ ബിരിയാണി ഓർഡർ ചെയ്ത് അത് കൊണ്ടു കൊടുക്കാനായിട്ട് കഞ്ഞിയായിട്ട് മാറിപ്പോയി, ലാസ്റ്റ് വെള്ളം കയറി. അതുകൊണ്ട് അതൊക്കെ നോക്കണം. ഓക്കെ, പെട്രോൾ അടിച്ചിട്ട് പോയാലോ. അവിടെ സാധാ പെട്രോൾ അപ്പൊക്കെ 200 രൂപയ്ക്കേ. ഓക്കെ, 200 അടച്ചിട്ടുണ്ട് ഗൂഗിൾ പേയിലോട്ട്. പോന്നാ അപ്പോൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. നേരെ പോവാം. നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കും. വെളുക്ക നമ്മളെ പിന്നെ ജോലിയെല്ലാം ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. എന്നാലും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് വണ്ടി ഓടിക്കേണ്ടത്. റോഡിൽ ബ്രേക്ക് പെട്ടെന്ന് കെട്ടൂല, സ്കിഡായി വിടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് മെയിൻ വിഷയം എന്ന് പറയുമ്പോൾ വൈസർ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ മൈക്ക് നനയും, അതാണ് വിഷയം. ഇത് കുറച്ചേരത്തേക്ക് മഴ കാണുള്ളൂ, പിന്നെ പയ്യെ കുറഞ്ഞോളും. അത് മതി. നമുക്ക് ഈ ഇത്രയും മഴ വേണ്ട, കുറച്ച് മഴ മതി, ലൈറ്റായിട്ട് ഒരു പേരിനൊരു മഴ. ആ മഴ ആകുമ്പോൾ നമുക്ക് സർജ് ഓണാക്കി കിടക്കുകയും ചെയ്യും, സേഫുമാണ് വണ്ടി ഓടിക്കാനായിട്ട് അല്ലേ. അപ്പോൾ ഇത് ഒരു ചെറിയ മഴയ്ക്ക് ഇവിടെ വെള്ളപ്പൊക്കമായ എൻ്റെ അമ്മോ. ഇപ്പോൾ 2 ദിവസം തുടർന്ന് പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കടലാവൂല്ലോ ഇങ്ങനെയാണെങ്കിൽ. സത്യം പറയാൻ ഇറങ്ങാൻ പാടില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ, പൈസയുടെ ആവശ്യം കിടക്കുകയല്ലേ. നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ ഉണ്ടാവും. ട്രിവാൻഡ്രം സിറ്റി നൈറ്റ് റൈഡ് റെയിന് ബൈക്ക് ഇതിനപ്പുറം ഒരാൾക്ക് എന്ത് വേണോ അല്ലേ? 1 കോടി രൂപ കൊടുത്താൽ ഈ ഒരു സന്തോഷം കിട്ടോ? സീരിയസ് ആയിട്ടല്ലേ, ഇതൊക്കെ സന്തോഷം അല്ലേ. നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ബൈക്ക് എടുത്ത് രാത്രി ഇറങ്ങി നടക്കുന്നത് നമ്മുടെ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജോലിക്ക് ഇറങ്ങിയാണ്, എന്നാൽ നമ്മളൊരു റൈഡ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ. എന്നാൽ കയറിക്കോട്ടെ, ഒരു മിനിറ്റ് വെയിറ്റ്. ബസ്സൊന്നും അടിക്കോ ബാക്കിയോ ഒന്നുമില്ലല്ലോ, അടിക്കാനൊന്നുമില്ലല്ലേ ചോ. അത്രേ ഉള്ളു, കയറ് സിമ്പിൾ. ഗ്യാസൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാൻ പാടില്ല സുധീഷ്. എത്ര ഉള്ളത് വണ്ടി ഇവിടെ ഒതുക്കാൻ കുഴപ്പമുണ്ടോ? ഓക്കെ. ഇപ്പോഴേ അകത്ത് നനഞ്ഞ പാൻറ്റ് കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ എന്തൊക്കെ നനഞ്ഞോ ആർക്കറിയാം. അവിടെയാണ് 8649 ചിക്കൻ ഫ്രൈ കേരള പൊറോട്ട ചിക്കൻ. അത് തന്നെ 8649 അത് തന്നെ. ഓക്കെ, അപ്പോൾ ചറക്കും ടൈൽസ് ഓർഡർ പിക്കഡ് അതിനടുത്ത് ബാഗ് വയ്ക്കാം. ഒരു ടെക്നിക്കുണ്ട്, അത് യൂസ് ചെയ്യണം ആദ്യം. ബാഗിൻ്റെ അകത്ത് എന്തായാലും വെള്ളം ഇറങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കവറുണ്ടല്ലോ, ഈ കവറിനകത്താണ് ഓർഡർ വെക്കേണ്ടത്. ഒരു അനുഭവം കെട്ടി നമ്മൾ പഠിച്ചെത്രാണ്. ഓക്കെ, ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ
നമ്മൾ ഓർഡർ നനയാതെ സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് കുന്നപ്പുഴ. ഇവിടെ നിന്ന് കറക്റ്റ് 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ നമ്മൾ നേരെ കൊടുത്തിട്ട് തിരിച്ച് വന്ന് ബാഗ് എടുക്കണോ, അതായത് പോകുന്ന വഴിക്ക് ബാഗ് എടുത്തിട്ട് പോകണം, സൊമാറ്റോ ബാഗ്. കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് ഈ ബാഗിൽ ഭയങ്കര പാടാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കണം എന്ത് ചെയ്യാണെന്നുള്ളത്. അവിടെ പൂജപ്പുര ജംഗ്ഷൻ കംപ്ലീറ്റ് ബ്ലോക്ക് കേട്ടോ, ഹെവി ബ്ലോക്ക് ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ വേറെ വഴിയോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റേ പൈറോഡാണ്, മേലാങ്കോട് വഴി. ഇപ്പോൾ ഇതുവഴി നേരെ വീട്ടിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് അതുവഴി അങ്ങ് പോകാം. ഓക്കെ, നേരെ കണ്ട ഇവിടെ നമ്മൾ വണ്ടി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് മലയിൽ സൂപ്പർ ഓടിക്കാം. അത് ഹിമാലയ മലയായാലും ശരി. അതാണ് നമ്മളെ കേരളത്തിൻ്റെ റോഡിൻ്റെ പ്രത്യേകത അല്ലേ. ആ ബാഗ് എടുത്ത സൊമാറ്റോ ബാഗ് പോയിട്ട്. ഓക്കെ, അത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. കമോൺ കമോൺ കൊയ്ക്ക് ഇനി വിഷയമില്ല. സുധീഷ ഇപ്പം ഒന്ന് ഫ്രീ ആയില്ലേ, അത്ര തന്നെ. നല്ല ബ്ലോക്കാണല്ലോ പൂജപ്പുര ജംഗ്ഷനിൽ. കണ്ടാ പാവം ട്രാഫിക് പോലീസല്ലേ, മഴയത്ത് നിന്ന് വർക്ക് ചെയ്യണ്ട നമുക്ക് വേണ്ടിയിട്ട്. അതാണ് അല്ലയ്യേ തേടിറ മഴയേ. അതങ്ങനെ മഴ ആയിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ട്രാഫിക് ബ്ലോക്കാണ് ഭയങ്കരമായിട്ട്. എന്ത് റീസൺ ആയിരിക്കണം? ഒറ്റ റീസണേ ഉള്ളൂ, വണ്ടി സ്ലോ ആയിട്ടേ പോകുള്ളൂ, അത്ര തന്നെ. മഴയത്ത് ബ്രേക്ക് കിട്ടൂലല്ലോ. ഓക്കെ പയ്യെ അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ കായലെത്തിയിട്ടുണ്ട്, വെള്ളമാണ് കായൽ. കായൽ പോലെക്കണേ ഇത്. കായലില്ല, റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അയ്യോ, നമ്മൾ കുഴപ്പമില്ലല്ലോ, സേഫാണല്ലോ. കുഴപ്പമൊന്നുമില്ല. വെള്ളം അത് എവിടെ കുഴിയുണ്ടെന്ന് അറിയാൻ പറ്റില്ല, അതേ വിഷയം. ഈ റോഡ് എന്ന് നന്നാക്കാൻ പോകണം ഇവർ? എത്ര ദിവസമായി ഇങ്ങനെ ഇടയ്ക്കാണല്ലോ. തിരുമല നിന്ന് തൃക്കണ്ണാരം പോകില്ല ആ റോഡ്. ഭയങ്കര മോശം. മെയിനായിട്ട് സ്കൂൾ പിള്ളേരെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് മെയിൻ വിഷയം. കണ്ട എന്ത് കട്ടർ കണ്ട, നമ്മൾ പിടിച്ച് നിൽക്കുക. അതാണ്. പിന്നെ വലിയ ടയറാണ്ട് വിഷയമില്ല. സുധീഷേ ലൊക്കേഷൻ നോക്ക്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് നേരെ പോയിട്ട് ഓർഡർ ഡിലേ കാണിക്കാം. ഡിലേ എന്ത് ചെയ്യാൻ പറ്റും? മഴ കിടക്കല്ലേ, ഹെവി ബ്ലോക്ക്. അതുകൊണ്ട് പയ്യേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ പണ്ട് നദി ഒഴുകി പോയ റൂട്ടാണ്. അതാണ് ഇങ്ങനെ നടന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. എത്തി ലൊക്കേഷൻ എത്തി. ഇത്രയേ ഉള്ളൂ. തിരുവണ്ണാത് റോഡൊക്കെ ഭയങ്കര പോസ്റ്റ് ആയിരിക്കണം. ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു ഉണ്ടല്ലോ, ഒരു ഇൻഷുറൻസിൻ്റെ അതിനകത്താണ് ഒരു ഇൻ്റർലോക്ക് ഇട്ട്. അല്ല, ഇൻ്റർലോക്ക് അല്ലല്ലോ, സിമെൻറ്റ് റോഡ്. നേരെ കാണുന്ന ക്യാറ്റ്, ഒരു ബ്ലാക്ക് കാണാം ക്യാറ്റ്. ഓക്കെ, ഇവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ. ഇവിടെ അല്ലേ ശ്യാമ. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 81 രൂപ 96 പൈസയാണ്. ഇപ്പോൾ അടുത്ത ഓർഡർ അടിക്കാൻ സമയമായിട്ടുണ്ട്. പെട്ടെന്ന് ഓർഡർ അടിച്ചോളൂ, മഴ സമയമല്ലേ. അടുത്ത മഴ പേട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പോകേണ്ട സ്ഥലം പൂജപ്പുര വിദ്യാധിരാജ നഗറിനകത്ത് ലോഡർ ഫ്രൈസിലാണ്. ഇവിടെ നിന്ന് കാരണം 2 കിലോമീറ്റർ ദൂരമുണ്ട്. മണിപ്പോൾ കാരണം 8:10 വേറെ വിഷയമൊന്നുമില്ല. ഇന്ന് രാത്രി മൊത്തം മഴ കാണും എന്തായാലും. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ കുതിരപ്പുറത്ത് പോകുമ്പോഴേക്കാണ് കറക്റ്റ്. ശരി തന്നെ. KSRTC കുഴപ്പമില്ല, കയറി പൊയ്ക്കോളും. ഇതുപോലത്തെ ഒരു 10 വണ്ടി പോയാൽ മതി, റോഡ് നല്ല ഒരു കിണറായിട്ട് മാറും. അതല്ലേ, വലിയ ഹെവി വണ്ടി പോകുമ്പോൾ പിന്നെ അത് കട്ടർ വലുതായി കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് മാക്സിമം എത്രയും പെട്ടെന്ന് റോഡ് ഇട്ട് കഴിഞ്ഞാൽ സേഫായിട്ട് വണ്ടി ഓടിച്ച് പോവാം. എവിടെ റെസ്റ്റോറൻറ്റ് എത്താറായ? ഇവിടെ തന്നെ അതായിരിക്കില്ലേ സൊമാറ്റോ സ്വിഗ്ഗി ഓൺലൈൻ പിക്കപ്പ് സ്പോട്ട്. ഓക്കെ, നമ്മൾ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ബാപ്പ എടുക്കാം. പടിയാണ്, പയ്യെ പോകണം. ചർക്കി അടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. 0501 ഇതല്ലോ, ഹോട്ട് ചിക്കൻ ലോഡർ ഫ്രൈസ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇടപ്പഴിഞ്ഞാണ്. ഇവിടെ കാരണം 3.9 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കാരണം 8:30 മണിയായി. ഇപ്പോൾ രണ്ടാമത്തെ ഓർഡർ ആയതുകൊണ്ട് മൊത്തം നമ്മൾ 5 ഓർഡർ എടുത്താൽ ഇൻസെൻറ്റീവ് ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി 3 ഓർഡർ എടുക്കാറുണ്ട്. ഈ ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ 8:45 മണിയാണ്. ബാക്കി 1.25 മണിക്കൂർ സമയത്തിൽ 3 ഓർഡർ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റാത്തത്, പക്ഷേ കറക്റ്റായിട്ട് ഓർഡർ കൈ കിട്ടണം. ഡെലി അല്ലാതെ എല്ലാം കൂടെ ലേറ്റ് ആകുമ്പോൾ ഇൻസെൻറ്റീവ് അടിക്കേണ്ട കാര്യം ഡൗട്ടാണ്. നമ്മൾ ട്രൈ ചെയ്യാം. സൂപ്പർ. ഇപ്പോൾ റോഡ് കൊള്ളാം. എഗെയിൻ മഴ ഹെവിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നേരത്തേക്കാളും ഡബിൾ മടങ്ങാണ് ഇപ്പം നല്ല മഴ പെയ്യണത്. വലിയ മഴത്തുള്ളികളാണ്. ഓരോ തുള്ളികൾ 2 കിലോ വെയിറ്റ് ഉണ്ട് വന്ന് വീഴുമ്പോൾ. അയ്യോ, 2 കിലോ ഒന്നുമില്ല, ഒരു 1/4 കിലോ വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മൾ വായി വന്ന് തള്ളിവിടും. അത് തെറ്റാണോ ശരിയാണെന്ന് ആയിക്കാണ്. ഇവിടെ റോഡൊന്നും കാണാൻ പറ്റില്ല, ഫുൾ ഒരുമാതിരി ബ്ലറായിക്കാണ്. ദയവേദി ഈ മഴയത്ത് ആര് പുറത്തിറങ്ങല്, എല്ലാം വിട്ടിരുന്നു, അതാണ് നല്ലത്. എന്നെ ചേർത്താണ് പറയണത്. പിന്നെ എനിക്കിത് ജോലിയായിപ്പോയി. പിന്നെ കണ്ടന്റാണ് മെയിനായിട്ട്. മഴയാണ് കണ്ടന്റ് അല്ലേ. അണ്ണാ സർജ് ഒന്ന് ഓണാക്കിയിട്ട് ഫുൾ ടൈം ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്യാൻ ആവശ്യമില്ലാതെ. സൊമാറ്റോക്കാർ കുഴപ്പമുണ്ട്, ഒന്നിത്തിരി മഴ കുറഞ്ഞ ഉടനെ ഓഫ് ചെയ്യോളായി. എന്തിനാണ് ഓഫ് ചെയ്യണത്? ഇന്ന് ഫുൾ മഴ തന്നെ. ഇതിനിടയ്ക്ക് നമ്മൾ റെയിൻ റിപ്പോർട്ട് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്താലേ അവർ ഓണാക്കുള്ളൂ സർജ്. ഇവിടെ നിന്ന് റൈറ്റ് ആണോ? അല്ലല്ലോ, അപ്പുറത്തായിട്ടാണോ? ഇവിടെ കംപ്ലീറ്റ് വെള്ളം കേട്ടോ. അയ്യോ, വെള്ളപ്പൊക്കം തന്നെ. ഒന്ന് എവിടെ ഉണ്ടോ കാണാനില്ല മാപ്പൊന്നും. ഹൗസ് നമ്പർ 57A. ഈ വീട് റൈറ്റ് സൈഡിലായിട്ട് ആൾ നിൽപ്പുണ്ടല്ലോ, കുഴപ്പമില്ല. ഇവിടെ അല്ലേ? ഓക്കെ ശരി. ചാടിയതാ. പക്ഷെ എൻ്റെ അമ്മോ, എന്തൊക്കെ കാര്യം കൊണ്ട് തോറ്റ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 65 രൂപ 40 പൈസയാണ്. അപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ? ഇപ്പോൾ നിങ്ങൾ ഇടപ്പഴി ഞാനുണ്ട്. ഇവിടെ നിൽക്കാം. ഈ ഭാഗത്ത് എന്തായാലും ഓർഡർ വെച്ചോളൂ. ശാസ്ത്രമംഗലം അല്ലെങ്കിൽ വഴുതക്കാട്. അക്സെപ്റ്റ് ഓർഡർ കോഡ്. ഓക്കെ, ഇതെവിടെ? ഇത് പ്ലാവാ അവിടെ. ഓക്കെ, ടിപ്പ് 50 രൂപ ഉണ്ട്. പ്ലാവ് എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലേ, തക്കിയാട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം. പിക്കപ്പ് ദൂരമാണ്, കുഴപ്പമില്ല. ഈ സർജൊക്കെ ഉള്ളതുകൊണ്ട് വിഷയമില്ല. അടിപൊളിയില്ലേ, മഴ തൊണ്ട് പിടിക്കാം. കാലിലൊക്കെ വെള്ളം അടിക്കണം. അങ്ങനെ തന്നെ നല്ല സർവീസ് ചെയ്യും. അങ്ങനെ തന്നെ കാൽ സർവീസ് ചെയ്യണം, മഡ്ഗാർഡ് സർവീസ് ചെയ്യണം. ഇതൊക്കെ വെളി കൊടുത്ത പൈസയാവും. ഈ മഴ സമയത്ത് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലീൻ ആവും. പിന്നെ ചെളിക്കകത്ത് പോയി കഴിഞ്ഞാൽ പഴയ പോലെ ആവും. നല്ല പ്യൂർ വാട്ടറാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. അന്ന് അങ്ങോട്ട് പോകാത്ത വണ്ടി ഇത് കറങ്ങി പോകണമല്ലോ. ഇപ്പോൾ എനിക്ക് പോകേണ്ടത് പ്ലാവ് റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ ഇതുവഴി പോകേണ്ടത് വേറെ വഴിയുണ്ട്. അതുവഴി പോകുമ്പോൾ ഞാനൊരു ചെക്കിങ് ആയിരിക്കുന്നു മഴയത്ത്.
രാത്രി വെള്ളം അടിച്ചുകൊണ്ട് ആരൊക്കെ വരും അവരെല്ലാം പിടിച്ചകത്താക്കിയാണ് ഇപ്പോൾ. വെള്ളം അടിക്കുന്ന വിഷയമില്ല, പക്ഷേ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഡ്രൈവറിനെ വെച്ചാൽ വേറെ വിഷയമില്ല, അത്ര ഇല്ല ആട്ടോ പിടിച്ച് പോകാൻ പോരെ. അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ വാങ്ങി വീട്ടിൽ പോയി വേറെ വിഷയമേ ഇല്ല. ആര് പിടിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഇവിടെ എന്തോ ഇവിടെയും ബ്ലോക്ക് ചെയ്തിരിക്കണം. എന്തിന് ഇതിപ്പോൾ നമ്മൾ എങ്ങോട്ടൂടെ പോവാൻ? പ്ലാവിൽ പോകണം. പ്ലാവ് റെസ്റ്റോറൻറ്റ്, പ്ലാവ് നടന്നു പോകാമല്ലേ? ഓക്കെ ശരി ഓക്കെ ആ ഹായ്. സംഭവം എന്താണ് ഇവിടെ സംഭവം എന്താണ്? ഇവിടെ എന്താണ് സംഭവം? ഇവിടെ മൊത്തത്തിൽ സംഭവം. ഓ മറ്റേ ബ്ലോക്ക് വെച്ചിരിക്കുകയാണല്ലേ? മന്ത്രി പറഞ്ഞതാ അത്? ഓ ഗവർണർ വരുന്നത്. ഓക്കെ എന്നാൾ പറഞ്ഞാൽ പത്രത്തിൽ. ഓക്കെ അതിൻ്റെതാണല്ലേ? അപ്പോൾ എല്ലായിടത്തും ബ്ലോക്ക് തന്നെ. ഇന്നാൾ കഴക്കൂടത്ത് ബ്ലോക്ക് ആയത് ഭയങ്കരമായിട്ട്. ആണാ? സംഭവം ഓർഡർ ക്യാൻസൽ ആയി, പൈസ ഒക്കെ പോയിട്ടായിരുന്നു ഒരുപാട്. ഓർഡർ ക്യാൻസൽ ആയ ഓർഡറാണ്. അയ്യോ 6 കിലോമീറ്റർ ഓടി വന്ന് ചിത്രയുടെ ഹോസ്റ്റലിലെ ഫോട്ടോ എടുക്കാൻ. അയ്യോ ഫോട്ടോ എടുക്കാം. നമുക്ക് കണ്ണു കാണാൻ പാടില്ല വണ്ടി ഓടിക്കുമ്പോൾ. ഇവിടെ ഫോട്ടോ എടുക്കാനില്ലേ? ഓക്കെ റെഡിയായി. അവിടേക്ക് 120 സാധനം 500 നോട്ടും കൊണ്ടുവന്നേക്കുന്നത്. ഏതോ ഒരു കാട്ടിൻ്റെ അകത്ത് ചില്ലറ വേണ്ട കയ്യിലല്ലേ? അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ ഗൂഗിൾ പേ ഇല്ല. അതൊക്കെ മെനക്കെടുന്ന ആ സമയത്തൊക്കെ. അപ്പൊ അവരെ വിളിച്ചേ അടുത്ത കടയിൽ അവിടെ ചില്ലറ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ മഴ സമയത്തൊക്കെ രാത്രി ആകുമ്പോൾ ചില്ലറയൊക്കെ പാടാണല്ലേ? ശരിടാ പോട്ടാ, സമയം ഓർഡർ അടിച്ച് ഇതിലേ അയക്കാൻ ഞാൻ പ്രശ്നമാവും. ഓക്കെ ബൈ. ഓക്കെ ഇവിടെ നടന്ന് പോകണം. ഗവർണർ പറഞ്ഞത് കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചില ഭാഗത്ത് നിന്ന് വണ്ടി പോകില്ല, ഇങ്ങനെ നടന്നാണ് പോകേണ്ടി വരുന്നത്. അപ്പോൾ പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, സോറി. സംഭവം ഗവർണർ അല്ല, പ്രസിഡന്റാണ് ട്രിവാൻഡ്രത്ത് വരുന്നത്. പ്രസിഡന്റ് ഗവർണറെ കാണാൻ വരുന്നുണ്ട്, അതാണ് വേറെ സംഭവം. അത് പറഞ്ഞതിന് പകരം ഫുൾ ബ്ലോഗിൽ ഗവർണർ എന്ന് പറഞ്ഞ് ഞാൻ മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ചേക്കണം. ഓക്കെ ബ്ലോഗിൽ പോകാം, കമോ. ഇതൊക്കെയാണ് വിഷയങ്ങൾ. നമുക്ക് ഇത് പാടുന്നറിയാൻ പറ്റും, കുഴപ്പമില്ല. ഗവൺമെന്റ് പറയുന്നു, നമ്മൾ അനുസരിക്കുന്നു, അത്ര തന്നെ. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ടു ദ പീപ്പിൾ. ഒന്നുകൂടെ ഉണ്ടല്ലോ, ഫോർ ദ പീപ്പിൾ. ഇതെല്ലാം കൂടെ ചേർത്താണ് ഡെമോക്രാറ്റിക്കായി നമ്മളെ നാട് മുന്നേറി പോകുന്നത്. ഇത് വിഷയമൊന്നുമില്ല, നടന്നു പോകാൻ അടുത്തേനാ, ഒരു 100 മീറ്റർ ദൂരം പോലും ഇല്ല. റെഡിയായി. ഹായ്. 7322 സ്വീറ്റ് കോൺ വെജ് ബീഫ് ഉലർത്തിയത് പിക്കിഡ്. ഓക്കെ താങ്ക് യു. ഇത് മഴ നനയാതെ കൊണ്ടുപോകണമല്ലോ, അതല്ലേ വിഷയം. അതിൻ്റെ ഐഡിയ ഉണ്ട്. ഇതിനകത്ത് അകത്ത് വെച്ച് കഴിഞ്ഞാൽ മതി, റെയിൻകോട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നനയില്ല. അപ്പോൾ ഓക്കെ. ഗർഭിണിയെ പോലെ കേട്ടോ, വയർ ഓർഡറിലേ കൊണ്ടുപോകണം. എന്ത് ചെയ്യാൻ പറ്റും, നനയാൻ പാടില്ലല്ലോ, കാരണം പേപ്പറിലായിപ്പോയി. കവറാണ് വിഷയമില്ല. ചിലപ്പോൾ പോലീസ് ഉണ്ടാ ചെക്ക് ചെയ്യും. എന്തോടാ വയറ്റിൻ്റെ അകത്ത്? അല്ല കഞ്ചാവാണോ? ചോദിക്കോ. ക്രോക്സ് ചെരുപ്പായിട്ട് സൗണ്ട് ചെയ്യണം, ക്ലിക്ക് 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 എന്നൊക്കെ. നനഞ്ഞേട്ടാ. അയ്യോ പൊട്ടി, കവർ പൊട്ടി. നമ്മൾ ബൈക്ക് കൊണ്ട് അകത്ത് വെച്ചിരുന്ന വേറെ വിഷയമില്ലായിരുന്നു. ഇത് ഇത്ര ദൂരം നടന്നു വരുമ്പോൾ നനയും ഫുഡ്. എന്താ പേപ്പർ കയറി എന്താ? ശരി കുഴപ്പമില്ല, വാ പോ. അവിടെ ചെക്കിങ്ങാ. നമ്മളെപ്പോലെ അകത്ത് വിളിച്ച് വെച്ചിരിക്കാം കേട്ടോ, റെയിൻകോട്ടിനകത്ത്. ചോദിച്ചപ്പോൾ ബിയറാണെങ്കിൽ കുഴപ്പമില്ല, കഞ്ചാവൊക്കെയാണ് വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വഴുതക്കാട് ഫോറസ്റ്റ് ഓഫീസ് ലൈൻ റോഡ്. ഇവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കറക്റ്റായിട്ട് പോയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറങ്ങി പോകണോണ്ട് 2 കിലോമീറ്റർ ദൂരം കാണിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും കൊള്ളാം, ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം അവിടെ ആയിട്ട്. അപ്പോൾ അതുവഴി നമുക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ചില ഏരിയയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും. മണി ഇപ്പോൾ കറക്റ്റ് 8:45 മണിയായി, കുഴപ്പമില്ല. ഇനിയുള്ള സമയത്തിൽ ബാക്കി ഓർഡർ സൂപ്പർ എടുക്കാം. ഈസി തന്നെ, ചെറിയ ഓർഡർ തന്നെ. വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കിൽ നിന്ന് ഓടിക്കുന്നു, കേക്ക് മഴയത്ത് ഇത്ര സ്പീഡിൽ പോകാൻ. കണ്ടാ ഓടിക്കണണ്ട, വണ്ടി പൊയ്ക്കൊണ്ടല്ലാണ് കഴിക്കണത്. ഒന്ന് സമാനപ്പെടുന്നു. ഓടി എത്ര തന്നെ, എത്ര അടിച്ചാലും 30-40 പോകാൻ പറ്റുള്ളൂ. അയ്യേ ഈ വഴിയാ, പക്ഷേ അവിടെ നിന്ന് കയറാനില്ലെങ്കിൽ പറഞ്ഞ വഴിക്ക് തന്നെ. ഇപ്പോൾ ഇത് വ്യൂട്ടേൺ എടുത്ത് വെറുതെ കറങ്ങി പറഞ്ഞ ആവശ്യമില്ല. ഇവിടെ അല്ലേ? ഓക്കെ ഇതാ ഇവിടെ അല്ലേ ഷമീന അല്ലേ? ഓക്കെ പേപ്പറിലായിട്ട് കയറി കേട്ടാ, മഴയത്തായോണ്ടേ കുഴപ്പമില്ല. ശരി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 100 രൂപ 26 പൈസയാണ്. സർജ് ഇപ്പോൾ ഓണ കിടക്കുന്നുണ്ട്, മഴയുണ്ട്. ഓക്കെ ശ്രീ ഐശ്വര്യ വഴുതക്കാട് ആക്സെപ്റ്റ് ഓർഡർ. ചെറിയ ഓർഡർ തന്നെ, നല്ലത് തന്നെ, സർജുമുണ്ട്. ഓക്കെ റീച്ച് ലൊക്കേഷൻ 1275. അവിടെ നിൽക്കാം, അങ്ങോട്ട് വന്ന് നനയും കംപ്ലീറ്റ്, ടൈൽസ് അല്ലേ. ഓക്കെ താങ്ക് യു. ഇപ്പോൾ ചപ്പാത്തി കറി, പ്ലെയിൻ ചപ്പാത്തി, പിക്കിഡ്. മഴ നനയാതെ പെട്ടെന്ന് രാത്രി സുതീഷേ. പിന്നെ ഇതും കൂടെ കയറിപ്പോകും ലാസ്റ്റ്. ഇവിടെ സംഭവം എന്തോ പോലീസ് വരട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വണ്ടി വയ്ക്കാൻ പാടില്ല, വണ്ടി മാറ്റാൻ എന്നാ പോകണം എന്നാ. ഇവിടെ എന്താ വണ്ടി വെച്ച് ബോംബ് വയ്ക്കാൻ പോകണം. നമ്മൾ ഫുഡ് എടുക്കാൻ വന്ന് എടുത്തതാ പോകണം. ജോലി ചെയ്യണം, സമ്പാദിക്കുന്നു, പൈസ ആര് തരും? ഇപ്പം അങ്ങോട്ട് പോകാം, കുറച്ച് കഴിയുമ്പോൾ അത് വിടില്ല. അതുകൊണ്ട് ഈ ഒരു ഓർഡർ മാത്രം ഇതുവഴി പോകാം. അടുത്ത ഇനി പറഞ്ഞ ഓർഡറൊക്കെ ഇതുവഴി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഗവർണർ വരെയാണ്. മനുഷ്യന്മാർ ജോലി സമ്പാദിക്കണ്ടേ അല്ലേ? ഗവൺമെൻറ് പൈസ തരുമോ നമുക്ക്? ഇല്ലല്ലോ, നമ്മളെ സമ്പാദ്യം നമ്മളെല്ലാം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ ഒരു വിഷയമായതുകൊണ്ട് എനിക്ക് നമുക്ക് ചില കാര്യങ്ങളൊന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പാടാണ്. ഈ മഴയത്ത് വർക്ക് ചെയ്യണതിന് വലിയ കാര്യം നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ. അതിനിടയ്ക്ക് ഇത്രയും റൂൾസ് പറഞ്ഞ് വണ്ടി കൊണ്ട് വെച്ചിട്ട് നടന്നു പോകാൻ പറയുന്നു, വണ്ടി എടുത്ത് മാറ്റാൻ പറയുന്നു, കഷ്ടം തന്നെ.
ഇതുപോലെ ഗവർണറൊക്കെ വരുമ്പോഴേ നമ്മളെപ്പോലെ ആൾക്കാർക്കൊക്കെ ഒരു ശമ്പളമായിട്ട് തന്നെ ഇട്ട് തരണം. നമ്മൾ ആ സമയത്ത് ജോലിക്ക് ഇറങ്ങൂല, വീട്ടിൽ ഇരുന്നോളാം. നമ്മളിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജോലിക്ക് ഇറങ്ങണത്. അപ്പോൾ നിങ്ങൾ പൈസ താ, ഒരു 1500 ഇട്ടത് അക്കൗണ്ടിലോട്ട്. ഒരു ചെറിയ പ്രൊമോഷൻ ഉണ്ട്, പറഞ്ഞു പോട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ, വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടിയും നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, കോൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് അയച്ചാൽ മതി, നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്തു തരാം. ഓക്കെ, ഇവിടെ റൈറ്റിലല്ലേ പോകേണ്ടത്, റൈറ്റ് അവിടെ കണ്ട. പിന്നെ വണ്ടിയുടെ മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് നല്ല കുറഞ്ഞ റേറ്റിൽ, നല്ല പാക്കേജിൽ. അപ്പോൾ അതും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്? വഴി തെറ്റി പോയാൽ സുധീഷേ? വഴി തെറ്റിക്കാൻ പോകണം കേട്ടോ. ശരി ബാ, ഇതുവഴി വഴി കാണിക്കുകയാണ്, അതുവഴി പോയി നോക്കാം. വഴി ഇല്ലെങ്കിൽ തിരിച്ചു വരാം, എന്ത് ചെയ്യാൻ പറ്റും. നേരെ പോയി സുധീഷ് അങ്ങോട്ട് വഴിയുണ്ട്, ഒരുമാതിരി കിടക്കുകയാണ്, കയറണോ? റിസ്ക് ആയിരിക്കും സുധീഷേ. ഇവിടെ റൈറ്റിലോട്ട് പോകാൻ വഴിയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതുവഴിയായിരുന്നു. ഇത് ചെങ്കച്ചുള്ള കോളനിയൊന്നുമില്ല, ഇത് വേറെ ഏരിയയാണ്. ഓക്കെ ഓക്കെ. ഓ സുധീഷ്, ഇവിടെ വെള്ളപ്പൊക്കം, പയ്യപ്പോ എന്തൊരു വെള്ളപ്പൊക്കം ഇത്, ഒന്നും കാണാൻ പറ്റില്ല കേട്ടാ. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫ്ലാറ്റാണ്, ഒന്ന് ഇറങ്ങി വന്നാൽ കൊള്ളാം. മോളോട്ടും കയറാൻ വയ്യ, സത്യം പറയാമല്ലോ. ഹൗസ് നമ്പർ 70. എവിടെ നിന്നാ 70 ഹൗസ് നമ്പർ? അപ്പുറത്ത് ബാക്കിൽ ഇവിടെ ആയിരുന്നു. ഒരു അമ്മച്ചിയാണ് ഓർഡർ ചെയ്തത് ഫുഡ്. ഓക്കെ, അങ്ങോട്ട് അകത്തോട്ട് കയറാം. ബാ, വേണ്ട ടൈൽസ് സംസാരിക്കും. അവിടെ ശരിയാ ശരി, പയ്യെ. ഓക്കെ, ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 50 രൂപയാണ്. കൊള്ളാം കേട്ടോ, നല്ല ഏണിങ്സ് ഉണ്ട്. പക്ഷേ റിസ്ക്കാണ്, ഈ മഴ ഭയങ്കര മഴയായിരിക്കണം, വിചാരിച്ചതിനപ്പുറമായിരിക്കണം സംഭവം. മഴ മാത്രമല്ലല്ലോ, ഗവർണർ പറഞ്ഞുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യില്ലേ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പറഞ്ഞ ഓർഡറിന് ഒരു കുറവില്ല കേട്ടോ, ചെറിയ ഓർഡർ ചെയ്യുന്നത്. ഇതാണ് ബേക്കർ ജംഗ്ഷൻ. അങ്ങനെയൊക്കെയാണ്, സൂപ്പറല്ലേ സംഭവം. ഹെവി മഴ ആയതുകൊണ്ട് മൈക്കിനകത്ത് വെള്ളം കയറി അങ്ങനെ വോയിസ് ഒന്നും റെക്കോർഡ് ആയാലും കുറച്ച് ഭാഗങ്ങളൊക്കെ നോയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗങ്ങൾ ഫുൾ വോയിസ് ഓവർ ചെയ്യാൻ പോയത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടല്ലോ. അങ്ങനെ ലിഫ്റ്റിനകത്ത് കയറിയ സമയത്ത് ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. പുള്ളി നമ്മളെപ്പോലെ ഡെലിവറി ചെയ്ത ആളും വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് പുള്ളി ഇവിടുത്തെ ക്ലൗഡ് കിച്ചൻ്റെ മാനേജറാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ മഴ സമയമായിട്ട് ഓർഡർ കൂടുതൽ അടിക്കണമുണ്ട്, ഡെലിവറിക്ക് ആൾ കൂടുതൽ ആവശ്യമുണ്ട്. അങ്ങനെ പുള്ളിയും ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം. നല്ല കാര്യം ഇതൊക്കെ വേണം. OTP ഉണ്ടല്ലോ, നമ്പർ അതുകൊണ്ട് നമ്പർ ഉണ്ടല്ലോ അല്ലേ. യൂട്യൂബർ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വഴുതക്കാടാണ്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് കറങ്ങി പോകാൻ പറയുള്ളൂ. അങ്ങനെ നമ്മൾ 80 കിലോമീറ്റർ ദൂരം വരും. അപ്പോൾ അതിൻ്റെ പൈസ നമുക്ക് ആടാവൂല, ഇതാണ് വിഷയം. ഇപ്പോൾ ആടായാലും കോഴിയായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പഴകഞ്ഞായിരിക്കും. ഓക്കെ, നമ്മളതിന് ഫോറസ്റ്റ് ഓഫീസർ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാൻ ഫുള്ളായിട്ട്. ഇനി ഇതുവഴി പോയാൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് പോയതിനു ശേഷം മാത്രമേ പറ്റുള്ളൂ. ഒരു 15 മിനിറ്റ് 1/2 മണിക്കൂറാവും. അതുവരെ ഈ മഴയിൽ നനഞ്ഞുകൊണ്ട് നിൽക്കേണ്ട തന്നെ. അപ്പോൾ ഇവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. പുള്ളി നമ്മളിപ്പോൾ ഡെലിവറി നാളെ എന്നെ പുള്ളിക്ക് 2 ഓർഡർ ഉണ്ട്, എന്നെ പോലെയല്ല. അപ്പോൾ പുള്ളി എൻ്റെ വഴി ചോദിച്ചായിരുന്നു വേറെ റൂട്ട് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവഴി പോയാൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് പോയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഗവർണർ എണ്ണം പോയിട്ടുണ്ട്. സോറി ഗവർണർ സാർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വിഷയമില്ല, വണ്ടി സുഖമായിട്ട് കയറി പോകാം. ഒരു മെയിൻ കാര്യം മഴ ആയതുകൊണ്ട് അധികം ആൾക്കാർ പുറത്തിറങ്ങാത്തതുകൊണ്ട് ഇത്രയും ബ്ലോക്ക് കുറവായി കിട്ടി. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. നിങ്ങൾക്ക് അല്ല പോലീസുകാരെന്ത് ഇപ്പോൾ അവർ കിടന്ന മഴയത്ത് വർക്ക് ചെയ്യും നമ്മളെ പോലെ. പിന്നെ അവരുടെ ജോലി അവർ ചെയ്യണം, നമ്മളെ ജോലി നമ്മൾ ചെയ്യണം, അത്ര തന്നെ. സംഭവം ലൈറ്റായിട്ടൊന്നും വഴി മാറി. ഇപ്പുറത്തായിരുന്നു കേട്ടോ, MBF റോഡിലായിരുന്നു. ഞാൻ വെച്ചാൽ അപ്പുറത്തായിരിക്കും, അവിടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ. എൻ്റെ ആകുമ്പോൾ ഇത്തിരി കുഴി, ഇത് കാണുമ്പോൾ വെള്ളമുള്ള അറിയാൻ പറ്റില്ല കുഴി അത് റോഡായിരുന്നുള്ളത്. സെക്യൂരിറ്റി ആണെന്നെ കാണാനില്ലല്ലോ. സെക്യൂരിറ്റി ആണേ എങ്കിൽ ഇരിക്കിങ്കേ അണ്ണനെ കാണാനില്ല. വണ്ടി അവിടെ കൊണ്ട് വയ്ക്കാം. വണ്ടി എവിടെ വയ്ക്കാൻ? അവിടെയാണ്. ഫുഡ് കൊണ്ടുപോകണോ? ഓക്കെ പോകാം. അപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത മഴ പെയ്തുണ്ട്. പിന്നെ അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 50 രൂപയാണ്. 25 ഓർഡർ പേയും പ്ലസ് 25 സർജ്. സർജ് ഉള്ളതുകൊണ്ട് എനിക്ക് കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പോകേണ്ട സ്ഥലം അടുത്തിന് ഇവിടെ ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ് വഴുതക്കാട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഓർഡർ. അപ്പോൾ ഇതിന് 50 രൂപ പ്ലസ് 25 സർജ് ഉണ്ട്. എല്ലാം കൂടെ 75 രൂപ 80 നമ്മൾ കിട്ടുമായിരിക്കും. കൊള്ളാം. അല്ലയ്യേ തേടുറ മഴയേ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡിയായി നോക്ക്. 6089. ഒരു മിനിറ്റ് കവർ എടുത്തവർ. ഇത്രയും നമ്മൾ കൊണ്ടുപോയാൽ ശരിയാവില്ല, ചിലപ്പോൾ കയ്യിൽ നിന്ന് വീഴും. അതുകൊണ്ട് കവർ എടുക്കാവുന്ന ബെസ്റ്റ് ഐഡിയ. ഇത് വെക്കണ്ട, ഇത് വെച്ചാൽ മതി. മഴ നനഞ്ഞാൽ കീറി പോകില്ലേ, അതുകൊണ്ടാണ്. ശരി, ഓക്കെ അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ അധികം കഷ്ടപ്പെടില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടും. അകത്ത് കയറ് 1 മണിക്കൂറായി. ഓക്കെ, അപ്പോൾ പോകണം. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഓർഡറാണ്. ഈ ഓർഡർ കൊടുത്താൽ വീട്ടിൽ പോകാം. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേയാട്. ഇവിടെ നിന്ന് കറക്റ്റ് 7 കിലോമീറ്റർ ദൂരമുണ്ട്. ഫ്ലാറ്റ് നമ്പർ 10D ആണ്. വിളിച്ച് പറഞ്ഞാലേ. ഓക്കെ, ഒരു മിനിറ്റ് എടുത്ത് വയ്ക്കാം. പേര് ബിനേഷ് കുമാർ. വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഓർഡർ ഡെലിവേർഡ്. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 91 രൂപ 34 പൈസയാണ്. അപ്പോൾ നേരെ വീട്ടിൽ പോകുന്ന അത്രയാണ്, കഴിഞ്ഞല്ലോ. ഓക്കെ, വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ 300 പാൽ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി വന്നിരിക്കുകയാണ്. പൂജപ്പുര ജംഗ്ഷനിലുള്ള ബേക്കറിയിൽ നിന്നാണ് പാൽ വാങ്ങിച്ചത്. പിക്ഡ് ഓർഡർ. ഓക്കെ, നമ്മൾ വീട്ടിലേക്ക് വന്നാച്ച് കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. എല്ലാം കറക്റ്റായിട്ട് ഒട്ടിച്ചുകൊണ്ട് മഴവെള്ളം ഒന്നും കയറിയിട്ടില്ല.
നിറഞ്ഞേട്ടോ ഒരു പരിചയം പിടിച്ചേക്കും. ഇപ്പോഴത്തെ കാപ്പി എന്ന് പറഞ്ഞത് ദോശ ആൻഡ് പനീറല്ലേ ഇത്? പനീർ എവിടെ വാങ്ങിച്ചത്? ഓൺലൈൻ ഓർഡർ ചെയ്തല്ലേ? കൊള്ളാം, അങ്ങനെയുണ്ട്. ഓക്കെ, കഴിച്ചു പോട്ടെ. അമ്മ അപ്പം വെളിയിൽ നിന്ന് ചപ്പാത്തിയും പനീർ കറിയും ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു. അപ്പൊ അതിന്റെ പനീർ ബാക്കി വന്നാണ്. ചപ്പാത്തി എനിക്കില്ല. നല്ല മസാല അടിപൊളിയാണ്. എവിടെ ഓർഡർ അമ്മ? കരമന. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത്ര വേറെ പറയാനില്ല. ഇന്നത്തെ ഓട്ടം സൂപ്പറായിരുന്നു. ഉഗ്രം മഴയത്ത് അടിച്ച് പൊളിച്ച് നല്ലപോലെ ഏണിച്ചിട്ടുണ്ട്. ആ ഗവർണർ പറഞ്ഞുകൊണ്ട് ആ ബ്ലോക്ക് മാത്രമാണ് വിഷയമായത്. ബാക്കി കുഴപ്പമൊന്നുമില്ല. അത്ര ഓക്കെ. ഇപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ എല്ലാവർക്കും LAPG കട്ടൊക്കെ നിൽക്കണം. ജീവിതത്തില് എന്ത് കഷ്ടമാണ് നഷ്ടം വന്നാൽ ഓരോ നിമിഷം ലൈക്ക് ഡിസ്ലൈക്ക് അതിങ്ങനെ പറയണം. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും, നഷ്ടം പറയുമ്പോൾ ഇതാണ് ലോസ്. ശരി, എന്തെങ്കിലും ആവട്ടെ. കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം അവിടെ ഒറ്റ ലൈഫുള്ളൂ. LAPG ലൈഫ് അടിച്ച് പൊളിക്കണം. കട്ടൊക്കെ നിൽക്കണം. ബാ ബാ ബാ.